ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുറന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ആരെങ്കിലും ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇത് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് സാധിക്കും. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഒരു കാർഡ് ഇട്ടിട്ട് നമുക്കത് എടുക്കാം. 5 of Wands ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മളിവിടെ നോക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ്. ഓക്കെ, സ്ട്രെങ്ത് കാർഡാണ് സെക്കൻഡ് കാർഡ്. Then Page of Swords, Ace of Cups, 2 of Pentacles, 10 of Cups, the High Priestess card, 4 of Wands, Ace of Swords, 9 of Wands, Queen of Swords, 6 of Wands. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാസ്റ്റർ കാർഡ്, ദ ഹെറോഫൻ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. പകൽ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമ്മളൊക്കെ തിരക്കിലായിരിക്കും. പക്ഷെ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ചുറ്റും ഒരു നിശബ്ദത മാത്രം ബാക്കിയാകുമ്പോൾ മനസ്സിൽ മറച്ചു വെച്ച സത്യങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും അത്തരം ഒരു സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഈ ഒരു കാർഡുകൾ വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് 5 of Wandsന്റെ ഒരു കാർഡാണ്. ഈ ഒരു 5 of Wands രാത്രി കിടക്കുമ്പോൾ ആദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു സമാധാനമില്ലാത്ത ഒരവസ്ഥ. കാരണം നിങ്ങളും അവരുടെയും ഇടയിൽ നടന്ന ആ ഒരു തർക്കങ്ങള്, പറയാതെ പോയ കുറെ വാക്കുകള്, ഇതൊക്കെ പറയാമായിരുന്നു, അങ്ങനെ പറയാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചത്, അതുപോലെ തന്നെ ഞാൻ എടുത്ത ഡിസിഷൻ ശരിയാണോ, ആരാണ് ശരി, ആരാണ് തെറ്റ്, എന്തുകൊണ്ട് ഇത്രയും ദൂരം നിങ്ങൾ തമ്മിൽ വന്നു, ഇങ്ങനെയുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലൂടെ പോകുന്നത്. പുറത്ത് നോക്കുമ്പോൾ വളരെ ശക്തനായ ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നാം, വളരെ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയായിട്ട് തോന്നും. പക്ഷെ ഉള്ളിൽ ഇപ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ യുദ്ധം തുടരുകയാണ്. അവർ പലപ്പോഴും സ്വയം അവരോട് തന്നെ ചോദിക്കും, ഞാൻ അന്ന് അങ്ങനെയൊക്കെ പെരുമാറേണ്ടിയിരുന്നോ, അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ മറിയുമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ കൂടി എനിക്കൊന്ന് ഫോൺ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഇതിനകത്തുള്ളൂ, അപ്പൊ ഞാനല്ലേ ഇതിനകത്തൊരു പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പ്രശ്നക്കാരി എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനായിട്ടൊരു ഡിസിഷൻ എടുത്ത് ഈ ഒരു വ്യക്തിയെ ഒഴിവാക്കിയതാണോ എന്നിങ്ങനെ രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കാർഡ് സ്ട്രെങ്ത് കാർഡാണ്. ഈ വ്യക്തി ഫീലിങ്സുകളെ അടക്കി പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ വ്യക്തിക്ക് മനസ്സിനുള്ളിൽ വേദനയുണ്ട്, വിഷമങ്ങളൊക്കെ ഉണ്ട്, കരയണമെന്നൊക്കെ ഉണ്ടെങ്കിലും അവർ കരയില്ല. നിങ്ങളെ ഫോൺ വിളിക്കണമെന്ന് തോന്നിയാലും അവർ വിളിക്കില്ല. മെസ്സേജ് അയക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും അവരങ്ങനെ മെസ്സേജ് ഒന്നും അയക്കാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. രാത്രി അവർ ഏറ്റവും വലിയൊരു പോരാട്ടം നേരിടുന്നത് സ്വന്തം മനസ്സിനോടാണ്. കാരണം അവിടെ കുറച്ച് അഹങ്കാരവും സ്നേഹവും ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ കുറച്ച് ഈഗോസ്, അല്ലെങ്കിൽ അവരുടേതായ ഒരു ഗട്ട് ഫീലിങ്സും അതുപോലെ തന്നെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും രണ്ടും തമ്മിൽ ശരിക്കും ഒരു പോരാട്ടം നടക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് രാത്രി സമയങ്ങളിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു പേജ് ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ ഇവര് നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പല സമയത്തും പല ആളുകളിൽ നിന്നും. അതൊക്കെ നിങ്ങളുടെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയിട്ടായിരിക്കാം. ഓൺലൈനിൽ വന്നോ പോയോ, പുതിയ ഫോട്ടോസ് ഒക്കെ ഇട്ടോ, DP മാറ്റിയോ, ആരെങ്കിലും
സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നുണ്ടോ, ആരെങ്കിലും നിങ്ങളിടുന്ന ആ ഒരു പോസ്റ്റിനൊക്കെ കമന്റ് ചെയ്തോ, നിങ്ങൾ സന്തോഷത്തിലാണോ, ഇങ്ങനെ പല ചോദ്യങ്ങളും രാത്രിയിൽ മനസ്സിലൂടെ കടന്നു പോകുന്നു. ആ ഒരു സമയത്ത് അവരതൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷെ നേരിട്ട് സംസാരിക്കാനായിട്ട് അവർക്ക് ധൈര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നമുക്ക് വരുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അവര് നിങ്ങളെ വിട്ടിട്ട് എത്ര ദൂരം പോയാലും ഇവരുടെ ഹൃദയത്തിൽ ശരിക്കും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു സ്നേഹം ഇപ്പോഴും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. രാത്രിയിൽ അവർ ആ പഴയ ഓർമ്മകൾ, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ഓർമ്മകളിലേക്കൊക്കെ പോകുന്നു, അത് ഓർത്തെടുക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത്, നിങ്ങളുടെ കോൺവെർസേഷൻസ്, നിങ്ങളുടെ ചിരി, ആദ്യത്തെ കണ്ടുമുട്ടല്, നിങ്ങളുടെ ആ ഒരു കൊച്ചു കൊച്ചു കെയറിങ്ങും കാര്യങ്ങളും, ഇവയെല്ലാം മനസ്സിൽ വീണ്ടും വീണ്ടും അവർക്ക് ഇങ്ങനെ ഓർമ്മയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന രാത്രി സമയങ്ങളിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ വരുന്നത് 2 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല. അതായത് നിങ്ങളുമായിട്ട് ഇനി ഒരു കോണ്ടാക്റ്റിലേക്ക് വരണമോ, നിങ്ങളെ വിളിക്കണമോ, അല്ലെങ്കിൽ വിളിക്കാതിരിക്കണമോ, തിരിച്ചു വരണമോ, മുന്നോട്ട് പോകണോ, പിന്നോട്ട് പോകണോ, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിയുന്നില്ല. ഇങ്ങനെ രണ്ട് വഴികളിൽ കിടന്ന് കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. രണ്ട് ചിന്തകളിൽ, രണ്ട് ആശയങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഓരോ രാത്രിയിലും ഓരോ ചിന്തകളിൽ ഇങ്ങനെ അവരിങ്ങനെ ഇത് ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10 ഓഫ് കപ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് വളരെ മനോഹരമായ ഒരു സന്ദേശമാണ് പറയുന്നത്. അവര് മനസ്സിൽ ഒരു ലൈഫ്, അതായത് സ്വപ്നത്തിൽ മനസ്സിൽ ഒരു ലൈഫ് കാണുന്നുണ്ട്. നിങ്ങളോടൊപ്പം സമാധാനമായി സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സോ, അങ്ങനെ എന്തായിക്കോട്ടെ, നിങ്ങളോടൊപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഇതാണ് അവര് ഇമാജിൻ ചെയ്ത് മനസ്സിൽ സ്വപ്നം കാണുന്നത്. ഒരുമിച്ച് ചിരിച്ച സന്തോഷമായിട്ടിരിക്കുന്ന നിമിഷങ്ങൾ, പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം, ആരും ഒരു പ്രശ്നത്തിനും വരാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഒരു സ്വപ്നം പോലെ മാത്രമാണ് അവർക്ക് തോന്നുന്നത്. ഇത് സ്വപ്നം കാണാൻ മാത്രമുള്ള ഒരു കാര്യമായതുപോലെ അവർക്ക് തോന്നുന്നതാണ്. അതാണ് ഇവിടെ അവർ ചിന്തിക്കുന്നത് അതിനെ കുറിച്ച്. ഓക്കെ, പിന്നെ നമുക്ക് ഹൈ പ്രൈസസ് കാർഡാണ് ഇവിടെ കിട്ടുന്നത്. ഈ വ്യക്തിയുടെ ഉള്ളിൽ പറയാതെ പോയ ഒത്തിരി ഫീലിങ്സുകൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും അവർ നിങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാത്രി അവര് ഒത്തിരി നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എനർജീസ് ഇവിടെ വരുന്നുണ്ട്. എല്ലാം ശരിയാകട്ടെ, നിങ്ങൾക്ക് ഓക്കെ ആകട്ടെ എന്നൊക്കെ. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാനുള്ള ഒരു കാരണം ആ ഒരു വ്യക്തിയാണ് എന്ന രീതിയിലായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവരെടുത്തൊരു ഡിസിഷൻ, അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് വന്നു പോയ ഒരു കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നത് എന്ന രീതിയിൽ അവർ കുറ്റം ഏറ്റെടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുണ്ടാവുക. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള കാര്യം അതല്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ശരിക്കും അവരുടെ ഒരു ഫോൾട്ട് കൊണ്ടല്ല ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർ എന്ത് കാര്യം പറഞ്ഞാണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുള്ളത്, അതല്ല ഈ ഒരു ബ്രേക്കപ്പിനുള്ള യഥാർത്ഥ കാരണം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അവർ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇനി ഓക്കെ ആയിട്ട് വരട്ടെ, ഒരു ദിവസം നിങ്ങളുമായിട്ട് വീണ്ടും സംസാരിക്കാനായിട്ട് കഴിയട്ടെ, ഇങ്ങനെയുള്ള നിശബ്ദമായ പ്രാർത്ഥനകൾ, ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. ഇവർക്ക് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ചില നിമിഷങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മ വരുന്നു. അതായത് ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് പോയ ചെറിയൊരു യാത്രയായിരിക്കാം, അത് അവരെപ്പോഴും ഇങ്ങനെ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുപോലെ നിങ്ങളെ വിളിച്ച സമയത്ത്, കോളിംഗ് ടൈമിലൊക്കെ നിങ്ങൾ സംസാരിച്ച ചില വാക്കുകളായിരിക്കാം, നിങ്ങളുടെ ചിരികളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഒരു പാട്ട് പാടി കൊടുത്തിട്ടുണ്ടാവാം, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും ചെറിയൊരു ഐസ്ക്രീം കഴിച്ചതോ, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിച്ചതോ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലം, ആ ഒരു സ്ഥലമായിരിക്കും. ഇതെല്ലാം രാത്രിയിൽ മനസ്സിൽ ഒരു സിനിമ പോലെ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഈ കാര്യങ്ങൾ അവർ കാണുന്നു, അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ വരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് അവർ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതിൽ അവർ ഒത്തിരി ഹാപ്പി ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഏസ് ഓഫ് സോർട്സിന്റെ ഒരു കാർഡ് കാണാൻ പറ്റുന്നുണ്ട്. ഏസ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രാത്രിയിൽ അവർക്ക് ഒരു വലിയ തിരിച്ചറിവ് വരും എന്നുള്ളതാണ് ഈ ഒരു ഏസ് ഓഫ് സോർട്സ് പറയുന്നത്. അതായത് ഇവരിങ്ങനെ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രാത്രിയിൽ എനിക്കിപ്പോഴും ഈ ഒരു വ്യക്തിയെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും മറക്കാൻ കഴിയില്ല ലൈഫിൽ എന്നുള്ള ആ ഒരു സത്യം അവർ സ്വയം സമ്മതിക്കാനായിട്ട് തുടങ്ങും. ഇതാണ് ഈ കാർഡിന്റെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം. അത് ചിലർക്കൊക്കെ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടാകും, ചിലർക്കൊക്കെ ഇനി അത് വരാനിരിക്കുന്നതും ആയിരിക്കാം. ഓക്കെ, പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ 9 ഓഫ് വാൻഡ്സ് ആണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ശക്തമായ സന്ദേശമൊക്കെ ഈ കാർഡ് ഏസ് ഓഫ് സോർട്സ് തരുന്നുണ്ടെങ്കിൽ പോലും
ഹൃദയം തുറക്കാനായിട്ട് ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് പേടിയാണ്. ഇത്രയധികം സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വീണ്ടും ആ ഒരു വിഷമ പ്രശ്ന കാര്യങ്ങളിലേക്കൊക്കെ പോകുമോ, വീണ്ടും എനിക്ക് മുറിവേൽക്കുമോ, ഞാൻ ഹേർട്ടാകുമോ, വീണ്ടും ഞാൻ നിരസിക്കപ്പെടുമോ, വീണ്ടും എല്ലാം തകരുമോ, ഈ ഒരു പേടി അവരെ പിന്നോട്ടേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് സോഡ്സ്. ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ രാത്രി സമയങ്ങളിൽ ഈ ഒരു വ്യക്തി ശരിക്കും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ, അതായത് നിങ്ങൾ വളരെ ഒരു ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവർ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ അതിരുകൾ നിങ്ങൾക്ക് ബൗണ്ടറീസ്, അതായത് ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ഇതില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഇല്ല നിങ്ങൾ പൊക്കോളൂ എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അതാണ് ബൗണ്ടറികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം. ഞാൻ ഇനി ചെന്നാലും അവരെന്നെ സ്വീകരിക്കാനൊന്നും പോകുന്നില്ല എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയവും അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വരുന്നത് 6 ഓഫ് വാൻസിന്റെ ഒരു കാർഡാണ്. ഈ ഒരു 6 ഓഫ് വാൻസ് എന്ന് പറയുമ്പം അവർക്ക് നിങ്ങളുടെ ഒരു അംഗീകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ആര് നിങ്ങൾ ജയിക്കില്ല, അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മോശക്കാരനാണ് മോശക്കാരിയാന്ന് പറഞ്ഞാലും നിങ്ങൾ ചെന്നിട്ട് ആ പേഴ്സണോട് നിന്നെ കൊണ്ട് അത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് നേടിയെടുക്കാൻ കഴിയും എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ വീണ്ടും ചിരിച്ച് സംസാരിച്ചാൽ അത് അവരുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് അവർ കാണും. പുറത്ത് അവർ വിജയിച്ച ഒരാളായിട്ട് തോന്നാം, കാരണം ഇപ്പോൾ അവർ വളരെ സക്സസ്സിലെത്തി നിൽക്കുന്ന പോലെ തോന്നാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഒരു അംഗീകാരം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടിയാലും അത് ഒന്നുമല്ല എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അംഗീകാരം നേടാനാണ് അവരെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കാര്യത്തിന് പോലും നിങ്ങളുടെ ഒരു അപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു സക്സസ്സിലെത്തിയ പോലത്തെ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി അവർക്ക്, വേറെ ഒന്നുമില്ല. അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോൾ ഉള്ള സന്തോഷത്തിന്റെ ഇരട്ടിയാണ് അവർക്കത്. ശരിക്കും അവർക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ആ ഒരു കാര്യങ്ങൾ, ഓരോരോ കൊച്ചു കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഷെയർ ചെയ്യുന്ന സമയത്താണ്. അത് അവർക്ക് ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് നമുക്ക് ഇടുന്നത് ഹെറോഫൻ കാർഡാണ്. ഈ റീഡിങ്ങിലെ അവസാന കാർഡ് വളരെ ആഴമുള്ളതാണ്. ഈ ഒരു ബന്ധം വെറും ഒരു അട്രാക്ഷൻ മാത്രമല്ല, ഇവിടെ ഒരു ആത്മബന്ധത്തിന്റെ എനർജി കാണുന്നുണ്ട്. അവർ രാത്രി ചിന്തിക്കുന്നത് ഒരു ചെറിയ ഒരു കോൺവെർസേഷൻ എന്ന രീതിയിൽ മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ശരിയാക്കാനായിട്ട് കഴിയുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. വീണ്ടും ഈ ഒരു ട്രസ്റ്റ്, നഷ്ടപ്പെട്ടു പോയ ട്രസ്റ്റ് വീണ്ടെടുക്കാനായിട്ട് കഴിയുമോ, ഒരുമിച്ചൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം അവർ ഈ രാത്രി സമയങ്ങളിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് എനർജീസ് വരുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റോറി ഇങ്ങനെയാണ്. രാത്രിയിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി പുറത്ത് കാണിക്കാത്ത ഫീലിങ്സോടുകൂടി ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നു. ആ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് അവർ വളരെയധികം ഓർക്കുന്നു, നിങ്ങൾ അവർ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ആ പഴയ ഓർമ്മകൾ മനസ്സിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. സ്നേഹം ഇപ്പോഴും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല അവരുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നു. എന്നാൽ അവർക്ക് കുറച്ചൊരു പേടിയും ഈഗോയും സംശയവും പാസ്റ്റിലുണ്ടായിട്ടുള്ള ആ ഒരു ഹേർട്ടും ഇതൊക്കെയാണ് അവരെ ഒരു പടി പിന്നോട്ട് വലിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് സെൻസ് ഓഫ് ഹ്യൂമർ, 1986, number 33, 1982, second stud, acting, Ernakulam, black, today, hearing issues, you can trust, short-tempered, expect miracles, 1995, encourages you, rose color, 1988, talkative, green color, today എന്ന് പറയുന്ന പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ്, letter M, number 35, 2 weeks, charity, gaming, number 9, number 41, long distance, 1980, number 45, 1 month, tattoo art,
ബ്ലൂ കളർ 1991, സപ്പോർട്ടീവ് നമ്പർ 43. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.